മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീ അണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം വേദപുസ്തകത്തിൽ വളരെ ലളിതമായൊരു ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ പലതും വളരെ ആഴമുള്ളതും ചിന്താർഹമായ താത്വികമായ അവബോധമുള്ളതും ആണെങ്കിൽ യാക്കോബിൻ ലേഖനം പ്രായോഗികമായി ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ലേഖനമാണ്. അതുകൊണ്ട് ഇതൊരു പ്രായോഗിക ലേഖനമെന്ന് വേണമെങ്കിൽ പറയാം. വലിയ തത്വചിന്തയുടെ ആവശ്യമൊന്നുമില്ല, വലിയ പഠിപ്പിൻ്റെ ആവശ്യവുമില്ല. ഈ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസം ഒട്ടും തന്നെയില്ല. വളരെ ലളിതമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന തെറ്റുകളും കുറ്റങ്ങളും അതുമൂലം നമുക്ക് വരാവുന്ന അപകടങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് നാം വിമുക്തരാകുന്നതിനുള്ളതായ സതുപദേശങ്ങളടങ്ങിയ പുസ്തകമാണ് യാക്കോബിൻ ലേഖനം. ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരാശയം ആത്മീയമായ പക്വത എന്നുള്ളതാണ്. ആത്മീയമായ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയമായി പക്വത പ്രാപിക്കണം. നാം എന്നും ശിശുക്കളെ പോലെ ആയിരുന്നാൽ പോരാ, ആത്മീയ ജീവിതത്തിൽ പാകതയും പക്വതയും ഉള്ളവരായി തീരണം എന്ന് അപ്പോസ്തലനായ യാക്കോബ് പ്രബോധിപ്പിക്കുകയാണ്. പക്വതയുള്ള ക്രിസ്തീയ ജീവിതം, പാകതയുള്ള ക്രിസ്തീയ ജീവിതം, മെച്വർ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മെച്യൂരിറ്റി, അതാണ്
ഈ പുസ്തകത്തിലെ പ്രധാന പ്രമേയം. ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ, ജീവിതത്തിൽ വരുന്നതായ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ, ജീവിതത്തിലെ കഷ്ടതകൾ എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് വരുന്നതായ സാധാരണ സംഭവിക്കാവുന്ന തെറ്റുകൾ, നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത, പരസ്പരം ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത, പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നേരിടുന്ന പല തെറ്റുകളെയും വളരെ ലളിതമായി ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഇവിടെ ഈ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത് ജീവിതത്തിൻ്റെ നശ്വരത, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം, ജീവിതത്തിൻ്റെ താൽക്കാലികത്വം. ഈ ഭൂമിയിലെ ജീവിതം വാസ്തവത്തിൽ ക്ഷണികമാണ്, താൽക്കാലികമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നാം കുറേ കാലം ജീവിച്ചതിന് ശേഷം നാം ഈ ഭൂമിയിൽ നിത്യതയിലേക്ക് കടന്നു പോകും, മരണം നമ്മെ പിടികൂടും, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു സജീവ യാഥാർത്ഥ്യമായി നമ്മുടെ മനസ്സിലത് നിൽക്കുന്നുണ്ടോ? ഞാനും ഒരു ദിവസം ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? സാമാന്യ രീതിയിൽ നാം ചിന്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സജീവമായൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ നനച്ചിരിക്കാത്ത സമയത്ത്, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഞാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ജീവിതത്തിൽ എൻ്റെ ഈ ഭൗതിക ജീവിതം തീരാൻ പോകുന്നു, ഈ ഭൗതിക ജീവിതം അവസാനിക്കാൻ പോകുന്നു, ഞാനോ അനന്തതയിലേക്ക് പറന്നു പോകാൻ പോകുന്നു, നിത്യത എന്ന അനന്തതയിലേക്ക്, നിത്യത എന്ന വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ പോകുന്നു എന്നുള്ള ബോധം വ്യക്തിപരമായി ഓരോരുത്തരെയും ഭരിക്കുന്നുണ്ടോ? കൂട്ടമായിരിക്കുമ്പോൾ നാം മരണത്തെക്കുറിച്ച് പറയും, മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, നമുക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നമുക്ക് വിഷമമുണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് തീർച്ചയായും വ്യസനമുണ്ട്, ശരിയാണ്. എന്നാൽ ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നാണെന്നേ എനിക്കറിയാൻ വയ്യാതുള്ളൂ. ഒരു ദിവസം ഞാനും ഈ മരണം എന്ന യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരും എന്നുള്ളത് നാം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ നാം രൂഢമൂലമായ ഒരു ആശയമായി നാം കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടതായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് വാസ്തവമായി നാം നേടേണ്ടത്? നമ്മുടെ ആകത്തുക എന്താണ്? നേട്ടത്തിൻ്റെ ആകത്തുക. നാം എന്താണ് സമ്പാദിക്കേണ്ടത്? ആകെ നാം സമ്പാദിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നിത്യജീവൻ. നിത്യജീവൻ കർത്താവായ യേശുക്രിസ്തു തരുന്നതാണ്. യേശുക്രിസ്തു തന്നെയാണ് നിത്യജീവൻ. ക്രിസ്തുവിനെ പ്രാപിക്കുക, ക്രിസ്തു തരുന്ന നിത്യജീവൻ നാം അനുഭവിക്കുക, ക്രിസ്തുവിനെ പ്രാപിക്കുക, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വാഴുക, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വ്യാപിക്കുക, വ്യാപരിക്കുക. ക്രിസ്തു നമ്മുടെ ചെയ്തികളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തകളിലും ചിന്താമണ്ഡലത്തിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ധാരണയിലും നമ്മുടെ ആലോചനയിലും നമ്മുടെ നിരൂപണത്തിലും നമ്മുടെ മനോരാജ്യത്തിലും എല്ലാം ക്രിസ്തുവിൻ്റെ ആളത്വം വ്യാപിച്ചു കൊണ്ടിരിക്കുക. ഇത് ഒരു അത്ഭുതകരമായൊരു അനുഭവമാണ്. ഈ അനുഭവം നാം ഇവിടെ വെച്ച് നേടിയില്ലെങ്കിൽ നാം കടന്നു ചെല്ലുമ്പോൾ നാം നിത്യയാതനയിലേക്ക് പോകും, നിത്യയാതനകളിലേക്ക്, നിത്യമായ ദണ്ഡനത്തിലേക്ക് പോകും. ഇറ്റേണൽ ടോർച്ചർ എന്ന് പറയും. ഇറ്റേണൽ ടോർച്ചർ അത് ഭയാനകമായ ടോർച്ചറാണ്. അത് സഹിക്കാൻ വയ്യാത്തതെന്ന് ചിന്തിക്കാൻ വയ്യാത്ത ടോർച്ചറാണ്. ഭയാനകമായ ഒരു പീഡനമാണത്, ഭയാനകമായ നരകയാതനയാണത്. ആ നരകത്തിൻ്റെ നിത്യയാതനയിലേക്ക് നാം പോകാതിരിക്കണമെന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നതുകൊണ്ട് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ എങ്ങനെ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും, ക്രിസ്തുവിനെ പ്രാപിക്കാൻ പറ്റും, എങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് പോകാൻ പറ്റും, എങ്ങനെ നിത്യസ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരികയാണ്. അതാണ് വാസ്തവത്തിൽ ഈ വേദപുസ്തകത്തിൻ്റെ ആകത്തുക. ഈ ബൈബിൾ, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന വേദപുസ്തകത്തിൻ്റെ ആകത്തുക അതാണ്. അതുകൊണ്ടാണ് സർ വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന മഹാനായ ചിന്തകൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനുമാണ്, അദ്ദേഹം റിക്കറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്നേഹിതനോട് പറഞ്ഞു, പ്ലീസ് ടേക്ക് ദ ബുക്ക്, ആ പുസ്തകം എടുക്കൂ. ഞാൻ ചോദിച്ചു, വിച്ച് ബുക്ക് സർ? സാർ ഏത് പുസ്തകമാണ്? ഏത് പുസ്തകം? ദർ ഇസ് ഓൺലി വൺ ബുക്ക് വിച്ച് ഇസ് ടു ബി കോൾഡ് ദ ബുക്ക്. ആ പുസ്തകം എന്ന് പറയാവുന്നത് ആകെ ഒരു പുസ്തകമേ ഉള്ളൂ,
ദാറ്റ് ഇസ് ദ ഹോളി ബൈബിൾ. അത് വിശുദ്ധ വേദപുസ്തകമാണ്. വാൾട്ടർ സ്കോട്ട് അങ്ങനെ പറയാൻ കാരണം, വാൾട്ടർ സ്കോട്ട് വേദപുസ്തകത്തിൻ്റെ മഹാത്മ്യം അനുഭവിച്ചിരുന്നു. ഈ ബൈബിളിൻ്റെ ശക്തി എന്തായെന്ന് അനുഭവിച്ചിരുന്നു. വചനത്തിൻ്റെ തീജ്വാല എന്തായെന്ന് അനുഭവിച്ചിരുന്നു. വചനത്തിൻ്റെ തീജ്വാല, ഈ വചനം വായിക്കുമ്പോൾ കിട്ടുന്ന സൗഖ്യവും സുഖവും, വചനം വായിക്കുമ്പോൾ കിട്ടുന്ന കുളിർമയും ആനന്ദവും അത് വർണ്ണനാതീതമാണ്. ചിന്തയ്ക്കും വർണ്ണനയ്ക്കും അതീതമാണ്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിച്ച് ചില ദുർഘട നിമിഷങ്ങളിൽ നാം ആശ്വാസം പ്രാപിക്കും. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം സമാധാനം പ്രാപിക്കും. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അമ്പരപ്പിലായിരിക്കുന്ന സമയത്ത് ഈ വേദപുസ്തക വാക്യങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരുമെന്ന് മാത്രമല്ല, നമുക്ക് താങ്ങും തണലുമായി നിൽക്കും. ഈ വേദപുസ്തക വാക്യങ്ങൾ വെറും വാക്കുകളല്ല, അക്ഷരങ്ങളല്ല, വാക്യങ്ങളല്ല. അത് ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ശക്തിയുറ്റ വചനമാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ വചനം നമ്മെ ജീവിപ്പിക്കുകയും നമ്മെ വളർത്തുകയും ചെയ്യും. വചനം മായമില്ലാത്ത പാലാണ്. അനുദിനം കുടിച്ച് വളരേണ്ടതിനുള്ള മായമില്ലാത്ത പാലാണ് വചനം. വചനം തീയാണ്. വചനം കാറ്റാണ്. വചനം ശക്തിയാണ്. വചനം കൃപയാണ്. വചനം ജീവനാണ്. വചനം പ്രകാശമാണ്. വചനം നിത്യചൈതന്യമാണ്. ഈ വചനം മധുരതരമായ ഈ വചനം, തേനിലും തേൻകട്ടയിലും മധുരമായ ഈ വചനം നാം വായിച്ച് നാം ആശ്വാസം കൊള്ളും. നിങ്ങൾ ഏകാന്ത നിമിഷങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ മറ്റാരും അടുക്കൽ വേണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ശാന്തമായി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ഉരുവിടുകയാണെങ്കിൽ ഏതോ ഒരു ശക്തി നിങ്ങളിലേക്ക് പ്രസരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതൊരു മാനസികമായ ഒരു പ്രത്യേകതയല്ല, അതൊരു സജീവ യാഥാർത്ഥ്യമാണത്. തോന്നലല്ല, ഊഹമല്ല, നേരെ മറിച്ച് യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. വ്യസനിക്കുന്ന ഹൃദയത്തിന് ആശ്വാസത്തിന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പതറുന്ന ഹൃദയത്തിന് ധൈര്യവും ശക്തിയും ലഭിക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. മനസ്സ് വിതുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടുള്ള ഗതിയിൽ അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും മുൻകൂട്ടി കാണുമ്പോൾ നാം വലഞ്ഞു പോകുന്ന നിമിഷങ്ങളിൽ ഈ വേദപുസ്തക വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധൈര്യം പ്രാപിക്കാൻ സാധിക്കും, ശക്തി പ്രാപിക്കാൻ സാധിക്കും. നമുക്ക് നവോന്മേഷം പ്രാപിക്കാൻ സാധിക്കും, നവചൈതന്യം. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം കാണുന്ന പ്രത്യേകത ഏതാണ്? മനുഷ്യൻ്റെ ജീവിതം നശ്വരമാണ്, ജീവിതം താൽക്കാലികമാണ്, ജീവിതം ക്ഷണികമാണ്. ഒരിക്കലും മനുഷ്യൻ അവൻ അഹങ്കരിക്കരുത്, അഥവാ അവൻ ബോസ്റ്റ് ചെയ്യരുത്. അവൻ തന്നെത്താൻ അവൻ അഹങ്കരിച്ചു പോകരുത്. ഞാൻ ഇന്നത് ചെയ്യും എന്ന് അവന് തന്നെത്താൻ തോന്നരുത്. ഞാൻ ഇന്നത് ചെയ്യും, എനിക്കതിന് കഴിവുണ്ട്, ഞാനത് സാധിച്ചെടുക്കും, ഞാൻ ആ കാര്യം നിവർത്തിക്കും എന്ന് ആർക്കും പറഞ്ഞുകൂടാ. അങ്ങനെ പറയാൻ പാടില്ല. അതൊരു അഹങ്കാരമാണ്. എനിക്കത് സാധിക്കുമെന്നുള്ള ആ ചിന്ത, ഞാനത് നേടിയെടുക്കുമെന്നുള്ളതായ ചിന്ത, അത് എന്നിൽ തന്നെയുള്ളൊരു ആശ്രയമാണ്, എന്നിലുള്ള ഒരു ഉറപ്പാണ്, ധൈര്യമാണ്. എനിക്ക് എന്നിൽ തന്നെ ഒരു ധൈര്യം അത് പാടില്ല. എൻ്റെ ധൈര്യവും എൻ്റെ ആശ്രയവും എൻ്റെ ഉറപ്പും ക്രിസ്തു മാത്രമായിരിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ആകെ നമുക്ക് ഉറപ്പ് തരുന്ന ക്രിസ്തു മാത്രമാണ്. ഏതൊരു കാര്യത്തിനും കെട്ടുറപ്പും ധൈര്യവും തരുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ ധൈര്യമില്ല, ക്രിസ്തു ഇല്ലെങ്കിൽ ഉറപ്പില്ല, ക്രിസ്തു ഇല്ലെങ്കിൽ പതറിപ്പോകും, ക്രിസ്തു ഇല്ലെങ്കിൽ നാം വാടിപ്പോകും, ക്രിസ്തു ഇല്ലെങ്കിൽ നാം തളർന്നു പോകും, ക്രിസ്തു ഇല്ലെങ്കിൽ തളർന്നു പോകും. ക്രിസ്തുവിൽ ആശ്രയിക്കണം. എനിക്ക് സാധിക്കുകയില്ല, ക്രിസ്തു എനിക്ക് സാധിപ്പിച്ച് തരുമെന്നുള്ള വിശ്വാസം. എനിക്ക് കഴിവില്ല, പക്ഷേ ക്രിസ്തു എനിക്ക് തക്ക സമയത്ത് കഴിവ് തരുമെന്നുള്ള വിശ്വാസം. അത് മതി. ക്രിസ്തുവുള്ളതായ ആ ഒരു ആശ്രയം, യേശുക്രിസ്തുവുള്ളതായ ആ ഒരു ശരണം, ആ ഒരു ശരണം കിട്ടുന്നത് ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ക്രിസ്തുവുമായൊരു ബന്ധം, നിത്യനായ ക്രിസ്തുവുമായി നമുക്ക് ഈ ക്ഷണികനായ മനുഷ്യനായി ഈ ഭൂമിയിൽ വെച്ചൊരു ബന്ധം കിട്ടുന്നു. ആ ഒരു ബന്ധം ആത്മാവിൻ്റെ ഒരു ബന്ധമാണ്. ആത്മാവിൻ്റെ ഒരു ബന്ധം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടികൾ പട്ടം പറപ്പിക്കുന്നത്. പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ എങ്ങോ പട്ടം അതങ്ങ് മാറി മാറിപ്പോയിട്ട് അങ്ങ് കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നു. കുട്ടി കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരാൾ ചോദിക്കുകയാണെന്ന് ഇരിക്കൂ, സങ്കല്പിക്കൂ. ഒരാൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് മോനെ ഈ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? നീ ഏതാണ്ട് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. എവിടെ പട്ടം? പട്ടം അവിടെയുണ്ട്. ഉണ്ടെന്നുള്ളത് എന്താ തെളിവ്?
എനിക്ക് എൻ്റെ കയ്യിലറിയാം ആ ഒരു ബലം, എൻ്റെ ചരടിന്മേലുള്ള ബലം എനിക്കറിയാം. എൻ്റെ കയ്യിലുള്ള ഈ നൂലിന്മേൽ എനിക്ക് ബലമുണ്ട്. അവിടെ ആ പട്ടം ഉള്ളതിൻ്റെ ബലം ഇവിടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. മുകളിൽ മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്ത അത്ര ഉയരത്തിൽ പട്ടം പറക്കുകയാണ്. പക്ഷേ ആ പട്ടം അവിടെ ഉണ്ട് എന്ന് ഈ കുട്ടിക്കറിയാം. എങ്ങനെ അറിയുന്നു? പട്ടം ചേർത്ത് കെട്ടിയിരിക്കുന്ന ആ ചരടിൽ ഇവൻ്റെ കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ കയ്യിൽ അതിൻ്റെ വലിവ് അവനറിയാം. ആത്മീയ ജീവിതത്തിൽ ഈ ഒരു കാര്യം നാം ഗ്രഹിക്കേണ്ടതാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ വലിവ് നാം അറിയണം. ക്രിസ്തുവിനോടുള്ള ബന്ധം എപ്പോഴും യേശുക്രിസ്തു എൻ്റെ അരികിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം ലഭിക്കത്തക്കവണ്ണുള്ളതായ ഒരു റിയൽ എക്സ്പീരിയൻസ്, നമുക്ക് സാക്ഷാത്തായ ഒരു അനുഭവം നമുക്ക് വേണം. അതില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം പൂജ്യമായി പോകും, ക്രിസ്തീയ ജീവിതം വെറുതെയായി പോകും. നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ആ ചരടിൻ്റെ ബന്ധം കിട്ടുന്നുണ്ടോ? ആ ചരട് അതെൻ്റെ കയ്യിൽ ഒരു വലിവങ്ങ് അനുഭവപ്പെടുന്നുണ്ടോ? ഒരാകർഷണത്തിൻ്റെ പിടുത്തം എന്നിലുണ്ടോ? എന്നിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം വന്ന് എന്നെ വലയം ചെയ്യുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത് ഇതുവരെയും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് പ്രാപിക്കണം. അത് പ്രാപിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. സാധ്യമല്ലാത്ത കാര്യം കർത്താവ് നമ്മോട് പറയുകയില്ല. നമുക്ക് സാധ്യമാണ്. അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് വലിയ പഠിപ്പ് വേണമെന്നില്ല, വലിയ പരിജ്ഞാനം വേണമെന്നില്ല, വലിയ പാണ്ഡിത്യം വേണമെന്നില്ല. വേണ്ട. അതിനാകെ വേണ്ടത് ക്രിസ്തുവിലുള്ളതായ ഒരു വിശ്വാസം മാത്രം, യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതായ ഒരു ദാഹം മാത്രം, ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ ദാഹം, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണമെന്നുള്ളതായ ദാഹം, ക്രിസ്തു എന്നെ പിടിക്കണമെന്നും ക്രിസ്തു എന്നോട് ഉണ്ടായിരിക്കണമെന്നുള്ളതായ ദാഹം, യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം സ്നേഹത്തിൽ അങ്ങ് ലയിക്കുന്നു എന്നുള്ളതായ ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇവിടെ നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തേക്കൊന്ന് കാണുന്നു, പിന്നെ ആ ആവി അങ്ങ് മറഞ്ഞു പോകുന്നു. അതുപോലെ ഈ ജീവൻ അത്രയേ ഉള്ളൂ, ക്ഷണികമാണ്. നമ്മുടെ എല്ലാം ആയുസ് അത്രയേ ഉള്ളൂ, ക്ഷണികമാണ്. ഇന്ന് നാം എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു, നാം തിരുവചനം ചിന്തിക്കുന്ന, തിരുവചനം പറയുന്നു, തിരുവചനം ധ്യാനിക്കുന്നു, നല്ലത്. എന്നാൽ ഇതുപോലുള്ളൊരു ദിവസം ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് കൂട്ടായ്മകൾ നടക്കും, ദൈവത്തിൻ്റെ വേലകൾ നടക്കും, വചന ശുശ്രൂഷകൾ നടക്കും, ധ്യാന യോഗങ്ങൾ നടക്കും. പക്ഷേ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരിക്കുകയില്ല. ഞാനെന്ന വ്യക്തി അപ്പുറത്തേക്ക് കടന്നുപോയി കഴിഞ്ഞിരിക്കും, തിരശ്ശീലേക്ക് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പഠിപ്പ് വേണ്ടത് മനസ്സിലാക്കാൻ. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയി. നാം കടന്നു പോകും, സംശയിക്കേണ്ട. നാം ഒരു ദിവസം യാത്ര പറയും, എല്ലാം വിട്ട് കടന്നു പോകേണ്ടി വരും. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കവിത ഞാൻ പാടിയിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ പ്രസിദ്ധമായ കവിതയാണ് ലോകമേ യാത്ര. ലോകമേ യാത്ര, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു കവയിത്രി സിസ്റ്റർ മേരി ബെനിജ്ഞ എഴുതിയ ഒരു കവിതയാണ് ലോകമേ യാത്ര. എല്ലാം വിട്ട് പോകുന്നുവെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാം പിന്തള്ളുന്നു. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഞാൻ പോവുകയാണ്, ഞാൻ പിരിഞ്ഞു പോവുകയാണ്. നിനക്ക് ഞാൻ വന്ദനം പറഞ്ഞിട്ട്, ലോകമേ നിന്നോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരിക്കൽ ഇജ്ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണ് അത്, ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. തിരിച്ചു വരാത്ത യാത്രയാണ് താനും. ലോകത്തെ പിരിയണം, ജഡത്തെ ശരീരത്തെ പിരിയണം,
തിരിക്കണം, നാം യാത്ര പോയേ പറ്റൂ. വിസമ്മതം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കുറച്ച് കഴിയട്ടെ, അതിന് യാതൊരു പ്രയോജനവുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നു കൊള്ളാമായിരുന്നു, പ്രയോജനമില്ല. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടുകയില്ല. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്, തിരിച്ചു വരാത്ത യാത്രയാണ്. കരുത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഈ ജീവിതത്തിൻ്റെ അതിർത്തിയിൽ, ആയുസിൻ്റെ അതിർത്തിയിൽ, മരണത്തോടടുത്ത് എല്ലാം വിട്ടുപിരിഞ്ഞ് നാം പോവുക തന്നെ ചെയ്യും. ഒരിക്കൽ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ധനമുണ്ട്, സുഖമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, കീർത്തിയുണ്ട്, ഒന്നും കൊണ്ടുപോവുകയില്ല. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം, പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്തയുടെ അഴുക്ക് പറ്റാത്ത പുണ്യം നേടാമോ? പുണ്യം ക്രിസ്തുവാണ്. പുണ്യവാനാണ്. പുണ്യം നേടാമോ? അഹന്ത കൊണ്ട് അഴുക്ക് പറ്റാത്തതായ പുണ്യം നേടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം. അത് മഹത്തരമാണ്, പരത്തിലും പ്രയോജനം വരുത്തുന്നതാണ്. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം, പ്രയോജനം പരത്തിലും വരുത്തിടും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്രവിഭ്രമത്തിൽ. എങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. സീസർ ചക്രവർത്തി കടന്നുപോയി, സമർത്ഥനായിരുന്നു. ഹോമർ മഹാകവി കടന്നുപോയി, സമർത്ഥനായിരുന്നു. ശലമൻ കടന്നുപോയി, ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. എല്ലാവരും കടന്നുപോയി. അവരൊരു കാലയളവിൽ ജീവിച്ചു, തീർന്നു. ഞാനും കടന്നുപോകും. ലോകത്തിൻ്റെ ചക്രം ഉരുളുന്നതനുസരിച്ച്, ലോകത്തിൻ്റെ തേരുരുളിനോടൊരുമിച്ച്, രഥചക്രത്തിൻ്റെ ഉരുളിൽ എല്ലാം ചതഞ്ഞരഞ്ഞ് എല്ലാം പിന്നിട്ടു. ഇനി ഞാനും ഒരു ദിവസം കടന്നു പോകും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്രവിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. അതുകൊണ്ട് ലോകമേ യാത്ര. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നശ്വരമാണ്, ഈ ലോകം ക്ഷണികമാണ്. ഇവിടെ നമുക്ക് നേടാൻ ഒന്നുമില്ല. ആകെയുള്ളത് ക്രിസ്തു മാത്രം. ആകെയുള്ള സ്വത്ത് ക്രിസ്തു മാത്രം. ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ക്രിസ്തു ഇല്ലെങ്കിൽ ഒന്നുമില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ക്രിസ്തു ഇല്ലെങ്കിൽ മറ്റൊന്നുമില്ല. പ്രസിദ്ധമായ മഹാഭാരതം ഇതിഹാസം, ഭാരതത്തിൻ്റെ പ്രസിദ്ധമായ ഇതിഹാസം, അതിൽ പറയും, വ്യാസമുനി ആണ് എഴുതിയത്, പറയും, യദിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നകർഹിച്ചിത്. യദിഹ അസ്തി തദന്യത്ര, ഇതിലുള്ളത് എല്ലായിടത്തുമുണ്ട്, എല്ലാവരിലുമുണ്ട്. എന്നേഹാസ്തി നകർഹിച്ചിത്, ഇതില്ലാത്തത് ഒരിടത്തും കാണുകയുമില്ല, ഒരിടത്തുണ്ടാവുകയുമില്ല. യദിഹ അസ്തി തദന്യത്ര തന്നേഹാസ്തി നകർഹിച്ചിത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം ക്രിസ്തുവിൽ വരുന്നു, ക്രിസ്തുവിൽ ഒന്നിക്കുന്നു, ക്രിസ്തുവിൽ ചേരുന്നു, ക്രിസ്തുവിൽ ലയിക്കുന്നു. ക്രിസ്തു മാത്രം സനാതന സത്യം, ക്രിസ്തു മാത്രം നിത്യസത്യം, ക്രിസ്തു മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തു ഒരു സമുദായം സ്ഥാപിച്ചിട്ടില്ല. തെറ്റായ ധാരണകൾ മനുഷ്യർ പുലർത്തുന്നുണ്ട്. ക്രിസ്തു മതം ക്രിസ്തു സ്ഥാപിച്ചതാണെന്ന്. തെറ്റാണത്. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു തന്നെ തരികയാണ് ചെയ്തത്. ക്രിസ്തു ചില ഉപദേശം തരികയല്ല ചെയ്തത്, ക്രിസ്തു ചില പ്രമാണങ്ങൾ തരികയല്ല ചെയ്തത്. ക്രിസ്തു തന്നെ തരികയാണ് ചെയ്തത്. നമുക്ക് കൈനീട്ടി വാങ്ങാം, ക്രിസ്തുവിനെ നമുക്ക് കൈനീട്ടി ഏറ്റുവാങ്ങാം, ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം, ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പോകാം. ക്രിസ്തു തന്നെ തരുവാൻ അവിടെ നിന്ന് കാണിച്ച മഹാസ്നേഹം കുരിശിലാണ്. കുരിശിലെ ത്യാഗമരണത്തിലൂടെയാണ് ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. കുരിശിൽ തന്നെ ത്യജിച്ചു, കുരിശിൽ തന്നെ യാഗമർപ്പിച്ചു, മുഴുവനായി തന്നെ ഉപേക്ഷിച്ചു. ഈ ഭൗതികമായ ജീവിതത്തിൽ 33 വയസ്സ് പ്രായത്തിൽ, ഏറ്റവും നല്ല യൗവനത്തിൻ്റെ തികവുറ്റ പ്രായത്തിൽ ക്രിസ്തു മരിക്കാൻ തന്നെ വിട്ടുകൊടുത്തു. ക്രിസ്തു വന്നത് ജീവിക്കാനല്ല, മരിക്കാനാണ്.
ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി. ആ തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകി. തിരുരക്തത്താൽ പാപം കഴുകി അത് അനുഭവിക്കുന്നവർക്ക് ക്രിസ്തു രാജ്യം പ്രദാനം ചെയ്യാമെന്ന് വാഗ്ദത്തം തന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ നിസ്സാരമായ ജീവിതം ഞാൻ തരുന്നു. എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നാഥ, ഇന്ന് നിന്റെ തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ. ആണിപ്പാടുള്ള കരം എൻ്റെ മേൽ വെച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയിൽ പല കളങ്കങ്ങളുണ്ട്, പല കുഴികളുണ്ട്, പല കുണ്ടുകളുണ്ട്. കർത്താവേ, ഈ വഴി നിരപ്പാക്കി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേലിൽ പാവമില്ലാത്തൊരു ജീവിതം നയിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ നാഥ, നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും. കർത്താവെ, ഞാൻ വഴി ഇതാ ഒരുക്കുന്നു, പാത ഞാൻ നിരപ്പാക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എൻ്റെ ജീവിതത്തിന് മുഴുവൻ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമേ. എൻ്റെ ജീവിതത്തെ നീ ഭരിക്കണമേ. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ. എൻ്റെ ഭാവി എവിടെ എങ്ങനെ വേണമെന്ന് നീ തീരുമാനിക്കണമേ. നാഥ, എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. നാഥ, നീ എന്നെ ഏറ്റെടുക്കണമേ. നിങ്ങൾ സമർപ്പിക്കുമോ? ഈ അനിശ്ചിതമായ ലോകത്ത്, ഈ നശ്വരമായ ലോകത്ത് നിത്യനായ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹീതമായ ഭാഗ്യകരമായ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാസ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതം നശ്വരമാണെന്നും ഈ ഭൗതിക ജീവൻ താൽക്കാലികമാണെന്നും അറിഞ്ഞുകൊണ്ട് നിത്യമായ സൗഭാഗ്യത്തിന് വേണ്ടി ഞങ്ങൾ ഓട്ടമോടി തയ്ക്കാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. എല്ലാവരെയും വിശുദ്ധരാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.